ഇസ്രയേലിന്റെ മൾട്ടി ലെയർ ഡിഫൻസ് സംവിധാനങ്ങളെ മറികടന്ന് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ടെല്ലബീവിലെ നഗരങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ ആഞ്ഞടിക്കുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത നമുക്കറിയാം. ഇറാൻ ക്ലസ്റ്റർ വാർഹെഡ് ഇറ്റ്സ് over 15 sites in central Israel as 60% of missile reportedly penetrate defense. ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം തുളച്ചു കയറിയിരിക്കുകയാണ് ഇറാന്റെ 60% മിസൈലുകളും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. പ്രധാനമായും ഇറാൻ ഇസ്രയേലിന് നേരെ ധാരാളമായി ക്ലസ്റ്റർ വാർഹെഡുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഇതെല്ലാം UN പ്രശ്നങ്ങൾ വരാറുണ്ടെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണെങ്കിലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലസ്റ്റർ ബോംബുകൾ നിർമ്മിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു നിയമത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അന്താരാഷ്ട്ര കരാറിൽ ഇസ്രയേലോ ഇറാനോ ഒപ്പുവെക്കാത്തതുകൊണ്ട് തന്നെ നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യാൻ ഇസ്രയേലിന് കഴിയില്ല. അതേസമയം ധാർമ്മികമായും ഇസ്രയേലിന് ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഹിസ്ബുല്ലക്കെതിരെ ലെബനാനിൽ ധാരാളം വാർഹെഡുകൾ ക്ലസ്റ്റർ വാർഹെഡുകൾ ഇസ്രയേൽ ഉപയോഗിച്ചിട്ടുണ്ട്, അമേരിക്കയും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടി ലെയർ ആയിട്ടാണ് അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉള്ളത്. അതായത് ആരോ സിസ്റ്റങ്ങളുണ്ട്, അതുപോലെ ഡേവിഡ് സ്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അവസാനമായി അവരുടെ അയൺ ഡോം ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പാളികളായിട്ടാണ് അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പാളികളെ എല്ലാം ഇപ്പോൾ തുളച്ചു കയറി 60% മിസൈലുകളും ഇറാന്റെ മിസൈലുകളും ഇസ്രയേലിന്റെ നഗരങ്ങളിലേക്ക് തുളച്ചു കയറുന്നു എന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ഇത് ഇസ്രയേലിന്റെ വലിയ നഗരങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് രാമാട്ട് ഖാൻ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ബിസിനസ് സിറ്റികളെല്ലാം ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ഡൊണാൾഡ് ട്രംപിന്റെ എല്ലാ ഭീഷണികളെയും ഇറാൻ അവജ്ഞയോടെ തള്ളിയിരിക്കുകയാണ്. President Donald Trump threatened to blow up everything in Iran if ceasefire deal is not reached soon. വളരെ പെട്ടെന്ന് ഇറാൻ ഒരു സീസ്ഫയർ വെടിനിർത്തൽ കരാറിലേക്ക് വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇറാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ട്രംപിന്റെ ഈ ഭീഷണികള് ഇറാൻ പൂർണ്ണമായും ആ വാക്കുകൾ വന്ന ഉടനെ തന്നെ റിജക്ട് ചെയ്തിരിക്കുകയാണ്, നിരാകരിച്ചിരിക്കുകയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്ക് യാതൊരുവിധ മൂല്യവും ലോകത്ത് ഇല്ലാതായി മാറിയിരിക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ 48 hours ആയിരുന്നു, 48 മണിക്കൂറായിരുന്നു ഇറാൻ നൽകിയ മുന്നറിയിപ്പ്. അതിനിടയിൽ ഒരു ഡീലിംഗിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നായിരുന്നു. പക്ഷെ ആ കടലിടുക്ക് തുറന്നില്ല. നമുക്കറിയാം ആ സമയത്ത് ഒരു 48 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ 5 ദിവസത്തേക്ക് നീട്ടിക്കൊടുത്തു. എന്നാൽ 5 ദിവസം കഴിയുമ്പോൾ മറ്റൊന്നും പുതിയതായി സംഭവിച്ചില്ല. അതുപോലെ ഇറാൻ സാധാരണ രീതിയിൽ അമേരിക്ക ആക്രമിക്കുന്നു, അതുപോലുള്ള ആക്രമണങ്ങൾ നടന്നു എന്നല്ലാതെ പുതിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. പിന്നെ 10 ദിവസമായി അപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു, 1.5 മാസത്തോളം അടുക്കുകയാണ് ഇപ്പോൾ ഇറാനും അതുപോലെ തന്നെ ഇസ്രയേൽ അമേരിക്കയും തമ്മിലുള്ള യുദ്ധം. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പുതിയൊരു ഭീഷണി വന്നു എന്നല്ലാതെ ഈ ഭീഷണിയെ ഇറാൻ ഒരിക്കലും മുഖവിലേക്ക് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നീണ്ടുപോകും എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യുദ്ധം നീണ്ടുപോകുന്നതിലൂടെ അമേരിക്കക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. കാരണം താൽക്കാലികമായി വെടിനിർത്തലെങ്കിലും ഉണ്ടായാൽ, അതുകൊണ്ടാണ് ഒരു താൽക്കാലികമായ വെടിനിർത്തല് പോലും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് താൽക്കാലികമായി തുറക്കുക, അതിനു പകരം താൽക്കാലികമായി കുറഞ്ഞ ദിവസത്തേക്ക് വെടിനിർത്തൽ കരാറിലേക്ക് എത്തുക എന്നാണ്. പക്ഷേ ഈ നീക്കങ്ങളെല്ലാം ഇറാൻ റിജക്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് അടച്ചത് വഴി അമേരിക്കയിൽ ഓരോ ദിവസവും $1-2 എണ്ണയ്ക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിത്യോപയോഗ സാധനങ്ങൾക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, യൂറോപ്പിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ മറികടക്കാൻ താൽക്കാലികമായി ഹോർമുസ് കടലിടുക്ക് തുറന്നാൽ അമേരിക്കക്ക് സാധിക്കും, അതുപോലെ യൂറോപ്പിന് സാധിക്കും. എന്നാൽ അത്തരം ഒരു നീക്കത്തിന് ഒരിക്കലും തന്നെ ഇറാൻ തയ്യാറല്ല. എന്നാൽ യുദ്ധം നീണ്ടുപോകുന്നതിലൂടെ ഇറാൻ അവരുടെ സ്ട്രാറ്റജി, അവർ കേസിൽ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത്.